സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ജനനത്തെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളും ബോൺ അഗെയിൻ്റെ കൂട്ടത്തിലാണോ എന്ന് പറയാൻ ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു യെസ്, വി ആർ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ കുറേ ബോൺ അഗെയിന്മാരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ഒരു വാക്ക് മനസ്സിലാക്കാനായി, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നിക്കോദിമോസ് എന്ന് പറയുന്ന വ്യക്തി വന്ന് എങ്ങനെ പറയാണ്, നീ നടത്തിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഇതുകൊണ്ടാണ് നടന്നത്. സോ അത്ഭുത അടയാളം കണ്ടു, പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന റിയാലിറ്റി എന്താണെന്ന് തനിക്ക് മനസ്സിലായില്ല. അപ്പോൾ യേശു പറയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ല, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികളെ കാണാൻ പറ്റത്തില്ല. സോ ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണെങ്കിലും ജനിച്ചത് കൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ചവരല്ല. ജനിച്ചത് ഫിസിക്കലി ആണെങ്കിൽ സ്പിരിച്വൽ ദർ ഷുഡ് ബി എ റീ അവേക്കനിങ്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് ദാറ്റ് വി ക്യാൻ ഹാവ് എ ക്ലോസ് ഫെലോഷിപ്പ് വിത്ത് ദ ഫാദർ. ആത്മാവിൽ വീണ്ടും ജന്മം പ്രാപിക്കണം. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഏറ്റ് പറയുകയും ചെയ്യണം. ദാറ്റ് ഈസ് ബിക്കമിങ് ബോൺ അഗെയിൻ. പാപങ്ങളെ ക്ഷമിച്ച് കർത്താവെ അങ്ങ് എൻ്റെ രക്ഷകനാണ് ഡിക്ലറേഷനാണ് വീണ്ടും ജനനം. എന്നാൽ വീണ്ടും ജനിച്ചൊരു വ്യക്തി പുതിയ സൃഷ്ടി കൂടെ ആകുന്നത് അത് സ്നാനത്താലാണ്. താൻ ജലത്തിൽ കർത്താവിനോട് നല്ല മനസാക്ഷിക്ക് വേണ്ടി, അഥവാ മുതിർന്ന പ്രായപൂർത്തിയായ ഒരാൾ യേശുക്രിസ്തു തനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ താൻ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്ക് വേണ്ടി ജലത്തിൽ സാക്ഷീകരിക്കും, മരണത്തിൽ പങ്കാളിയാകും. സോ ബോൺ അഗെയിൻ ഇസ് വെൻ യു സ്പീക്ക് വിത്ത് യുവർ മൗത്ത് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ്. ന്യൂ ക്രിയേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. രണ്ടും, ദിസ് ഇസ് ദ ഫസ്റ്റ് ഫേസ്, ഇസ് ദ സെക്കൻഡ്. You are going into the womb of the mother and coming out into a new world, which is യേശു പറയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അനുഭവം ആയി തീരും. സോ വീണ്ടും ജനിച്ച ഒരു വ്യക്തി ദൈവ പൈതലാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, തൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവ മക്കളാകാനുള്ള അവകാശം കൊടുത്തു. ദൈവ മക്കളായി കുടുംബത്തിൽ ജനിച്ചു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വളരുന്തോറും പുതിയ സൃഷ്ടിയായി ദൈവരാജ്യത്തിലെ അനുഗ്രഹങ്ങൾ, ചിലരിങ്ങനെ പറയാറുണ്ട്, സുവിശേഷം എന്ന് പറയുന്നത് വെറും അനുഗ്രഹങ്ങളൊന്നുമല്ല. ഞാൻ അതിനെ ഒന്ന് തിരുത്തി പറയാം. അനുഗ്രഹം തന്നെയാണ് സുവിശേഷം. കുടുംബത്തിൽ സമാധാനമില്ലാതിരിക്കുന്നത് അനുഗ്രഹമാണോ? ദാരിദ്ര്യത്തിൽ കഴിയുന്ന അനുഗ്രഹമാണോ? ഒരിക്കലുമല്ല. ദൈവം അനുഗ്രഹിക്കുവാൻ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശ്വസിക്കുന്ന ഓരോരുത്തരും വിളിക്കപ്പെട്ടത് തന്നെ അനുഗ്രഹം അനുഭവിക്കാനാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച അനുഗ്രഹങ്ങൾ നാൾക്ക് നാൾ അത് മനസ്സിലാക്കും തോറും ഞാനും ഇതിൻ്റെ അവകാശിയാണല്ലോ, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ
നീതീകരിക്കപ്പെട്ടവനാണല്ലോ, അതുകൊണ്ട് ഐ ആം ഓൾസോ ആൻ ഇൻഹെറിറ്റർ ഓഫ് ദിസ് ബ്ലെസ്സിങ്സ്. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ ശിശുക്കളായി തീരാതെ നീതിയുടെ വചനത്തിൽ, അതിൻ്റെ അവസാനത്തെ ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ വാക്യം, എവ്രി വൺ ഹു പാർട്ടേക്സ് ഓൺലി ഓഫ് മിൽക്ക് ഇസ് അൺസ്കിൽഡ് ഇൻ ദ വേർഡ്സ് ഓഫ് റൈച്ചസ്നെസ് ഫോർ ഹീ ഈസ് എ ബേബി. പലപ്പോഴും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ശേഷവും ഒത്തിരി പേര്, ഞാൻ കണ്ടുമുട്ടുന്ന അനേകർ വളരെ സ്ട്രഗിൾസിൽ കഴിയുന്ന കാണാം. പിശാചിൻ്റെ പോരാട്ടമാണ്, എന്നാ ചെയ്യുന്ന അറിയത്തില്ല, ഞാൻ 7 വെള്ളിയാഴ്ച ഉപവസിച്ചു, ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു. ശൈശവമായി എന്ന് പറഞ്ഞാൽ നീതിയുടെ വചനം എന്ന് പറഞ്ഞാൽ എനിക്ക് യേശു ക്രിസ്തു ഒരിക്കലായി എന്നേക്കുമായി മരിച്ചതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്, ഇനിയും എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല വിശ്വാസത്താൽ ഐ am eligible for all the blessings, എല്ലാ അനുഗ്രഹത്താൽ. അതുകൊണ്ടാണ് വീണ്ടും അതിൻ്റെ 6-ാം അധ്യായം തുടങ്ങുന്നത്. വീണ്ടും നിങ്ങൾ അടിസ്ഥാനത്തിലേക്ക് പോകാതെ, സ്ഥാനങ്ങളുടെ ഉപദേശം, മാനസാന്തരം പോകാതെ, കാര്യം യു ആർ ഓൾറെഡി ബിലീവ്ഡ് ഇൻ ജീസസ്. ഇനിയും എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു ടേക്ക് ഓവർ ദ ഇൻഹെറിറ്റൻസ്. എനിക്ക് വെച്ചിരിക്കുന്ന അവകാശം അത് ഏറ്റെടുക്കണം. വളരെ മനോഹരമായൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ്, പഴയ നിയമത്തിൽ ദൈവം അബ്രഹാമിനോട് കൊടുത്ത ഒരു ആഗ്രഹമാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു മുഖാന്തരം നമ്മുടെ മേലുണ്ട്. ആ അനുഗ്രഹം നീതീകരണമാണ്. നീതീകരിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മുടെ മേൽ ലഭിച്ചിരിക്കുക. സോ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലെ ഏറ്റവും വലിയൊരു നല്ലൊരു അനുഗ്രഹമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, ഷുവർലി ബ്ലെസ്സിങ്സ് ഐ വിൽ ബ്ലെസ് യു ആൻഡ് മൾട്ടിപ്ലൈയിങ് ഐ വിൽ മൾട്ടിപ്ലൈ യു. ഇത് മലയാളം ട്രാൻസ്ലേഷനാൽ അനുഗ്രഹത്താലും അനുഗ്രഹിച്ച് നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും അവിടെ കൊണ്ട് അവസാനിപ്പിക്കുമ്പം, നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഷുവർലി എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ദൈവം പറഞ്ഞാൽ അത് അനുഗ്രഹമാണ്. പക്ഷേ അതിന് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഷുവർലി ബ്ലെസ്സിങ് ഐ വിൽ ബ്ലെസ് യു ആൻഡ് മൾട്ടിപ്ലൈയിങ് ഐ വിൽ മൾട്ടിപ്ലൈ യു. അനുഗ്രഹിക്കുകയും ചെയ്യും, വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു അനുഗ്രഹം ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കുമുള്ളത്. അനുഗ്രഹത്താൽ അനുഗ്രഹിക്കും, വർദ്ധനവിനാൽ വർദ്ധിപ്പിക്കും. നമ്മുടെ കേഴ്സ് ബ്രേക്കിംഗ്, ശാപവിമുക്തി ശുശ്രൂഷകളിൽ വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു ഭാഗമാണ് ദൈവം അനുഗ്രഹിക്കും. 1 പത്രോസ് 3:9 അതിൻ്റെ ബി സെക്ഷനിൽ വായിക്കുമ്പോൾ, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. സോ ദൈവം അനുഗ്രഹിക്കാനാണ് വിളിക്കുന്നത്. ദൈവം ആരെയും കഷ്ടപ്പെടുത്തി സ്നേഹം തെളിയിക്കുന്നവനല്ല. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ആൾ നന്മയാണ് ചെയ്യുന്നത്. ഹീസ് എ ഗിവർ ഓഫ് ഗുഡ് ഗിഫ്റ്റ്സ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, ഗതി ഭേദത്താൽ ആച്ഛാദനം വരാത്തവൻ, അഥവാ സൂര്യൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡയറക്ഷനിൽ നിന്ന് അടുത്ത ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഷാഡോ, അതിൻ്റെ നിഴൽ അതിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പഴയ കാലങ്ങളിൽ ക്ലോക്ക്, വാച്ച് ഇല്ലാത്ത സമയത്ത് സമയം അങ്ങനെയായിരുന്നു നിശ്ചയിച്ച്. എന്നാൽ 12 മണിയായെന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിഴൽ കാണത്തില്ല, മുഴുവൻ വെളിച്ചമായിരിക്കും. ഈ വച്ചിരിക്കുന്ന ഒരു വലിയ കോലായിരിക്കും വച്ചിരിക്കുന്നത്. ആ കോലിൻ്റെ പുറത്ത് സൂര്യൻ ഡയറക്റ്റ് വരുമ്പോൾ നിഴലില്ല. ആ അനുഭവമാണ് വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും. എന്ന് പറഞ്ഞാൽ ഇരുട്ടിന് യാതൊരു സ്ഥാനമില്ലാത്ത, നാശത്തിന് യാതൊരു സ്ഥാനമില്ലാത്തൊരു അനുഭവം, നീതി സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ആ അനുഭവം. അതുകൊണ്ടാണ് പറയുന്നത് ഗതി ഭേദത്താൽ എന്ന് പറഞ്ഞാൽ ദൈവം ഇന്ന് ഇവിടെയാണെങ്കിൽ ഇന്ന് നാളെ അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടാകും, കുറച്ച് വിഷയങ്ങൾ. നോ, അത് ഉണ്ടാകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, ഹീസ് ഓൾവേസ് ഹാപ്പി, ഹീസ് ഓൾവേസ് റിജോയ്സിങ്. തനിക്കറിയാം തൻ്റെ അപ്പൻ ആരാന്നും, യേശു ക്രിസ്തുവിൻ്റെ പിതാവ് തൻ്റെ സ്വന്തം പിതാവായി ക്രിസ്തു മുഖാന്തരം മാറിയെന്നും തൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നിരാശയോടെ നാളെ ഇതുവരെയും ഞാൻ എന്ത് ചെയ്തു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ എന്നാ ചെയ്യും? നിങ്ങൾ ഏത് സഭവിഭാഗത്തിലുമായിക്കോട്ടെ, നിങ്ങൾ ഏത് മതവിഭാഗത്തിലുമായിക്കോട്ടെ,
യേശുവാണ് നിങ്ങളുടെ രക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മഹത്വമേറിയ ദൈവ സാന്നിധ്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി വീഴുന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാണ് പറയുന്നത്, നാളുകളായിട്ട് കെട്ടപ്പെട്ട അനുഭവം. അതായത് ഒരാളെ നിർത്തി കൈയും കാലും ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ തനിക്ക് മുമ്പോട്ടും നീങ്ങാൻ മേല, പുറകോട്ടും ഇറങ്ങാൻ മേലാത്ത വലിയൊരു അനുഭവത്തിൽ നിൽക്കുന്ന ഒരു അനുഭവം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്ന് ഈ അന്യായമായി കെട്ടിവെച്ചിരിക്കുന്ന ആ ബന്ധനം, ആ നുകം പൊട്ടട്ടെ എന്ന് യേശു മുഖാന്തരം ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് കേൾക്കാവുന്ന ഒരു ശബ്ദം, യേശു ലാസറിനോട് കെട്ടപ്പെട്ടിരുന്ന നശിച്ച് ജീർണിച്ചിരുന്ന ലാസറിൻ്റെ കല്ലറ മാറ്റി കം ഔട്ട് എന്ന് പറയുന്ന പോലെ, ലാസറെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ പറയാണ്, കം ഔട്ട് ഓഫ് യുവർ വീക്ക്നെസ്, come out of your poverty, come out from death, come out from every sickness, come out എന്ന വാക്ക ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയും സാന്നിധ്യവും ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈവൻ നൗ ആസ് യു ആർ ഹിയറിംഗ്, കം ഔട്ട് ഓഫ് ദാറ്റ് ക്യാൻസർ, കം ഔട്ട് ഓഫ് ദാറ്റ് ഫിനാൻഷ്യൽ പ്രോബ്ലം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ ദൈവകൃപ അവിടെ വ്യാപരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇറ്റ് ഈസ് സോ ഗ്ലോറിയസ്. ഐ ഗിവ് യു ഓൾ ദ ഗ്ലോറി, ഐ ഗിവ് യു ഓൾ ദ പ്രൈസ്, Father, for your glorious presence that is coming upon everybody who is believing. യേശുവേ എന്ന് വിളിച്ചിട്ടുള്ള ഒരൊറ്റ വ്യക്തി പോലും ലജ്ജിച്ചു ലജ്ജിക്കത്തില്ല. കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. കം ഔട്ട്, ഡോണ്ട് ബി സിറ്റിംഗ് ദെയർ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. സോ കർത്താവിൻ്റെ മഹത്വമേറിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് കർത്താവായ യേശു ക്രിസ്തുവിലുള്ളത്. എന്നാൽ ഇത് മനസ്സിലാക്കാതെ പലരും സംഭവിക്കുന്നത് അവർക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പല പ്രാവശ്യവും ദേ ആർ നോട്ട് എക്സ്പീരിയൻസ് ടു എൻജോയ് ദ ബ്ലെസ്സിങ്സ്. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ബട്ട് ബിലവഡ്, വി ആർ കോൺഫിഡൻറ്റ് ഓഫ് ബെറ്റർ തിങ്സ് കൺസേണിങ് യു, യെസ്, തിങ്സ് ദാറ്റ് അക്കംപനി സാൽവേഷൻ, ദോ വി സ്പീക്ക് ഇൻ ദിസ് മാനർ. ഇങ്ങനെ നിങ്ങൾ കുഞ്ഞ് ശിശുക്കളാക്കാതെ വളരണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ ബിലവഡ്, ലവ്ഡ് വൺസ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ റിസൾട്ടായി വീണ്ടും ജനിച്ച പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രിയം തോന്നിയവരെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പ്രിയമുള്ളവനാണ്. ഒന്ന് ഓർക്കെ, നല്ല സ്ട്രോങ് ആയിട്ട് പറയാം, ഐ ആം ദ ബിലവഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ പ്രിയമുള്ളവനാണ് ഞാൻ. അത് പറയുന്നില്ലല്ലോ ശരിക്കും, നല്ലതല്ലെന്ന് പറഞ്ഞേ. ഐ ആം ദ ബിലവഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ പ്രിയമുള്ളവനാണ്. വേദപുസ്തകം പറയാം, പ്രിയമുള്ളവരെ. ഇതൊക്കെയാണെങ്കിലും നിങ്ങളിപ്പോഴും ശിശുക്കളെ പോലെ പിന്നെ മാനസാന്തരപ്പെടും, പിന്നെ ചാടി എഴുന്നേക്കും, പിന്നെ ഉപദേശം പറയും, ഇത് പറയും. ഇതൊക്കെയാണെങ്കിലും ബിലവഡ്, വി ആർ കോൺഫിഡൻറ്റ്, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് ഓഫ് ബെറ്റർ തിങ്സ്, ശുഭമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ, വിച്ച് അക്കംപനി സാൽവേഷൻ. നോക്ക്, രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവപൈതൽ, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിത്യജീവനകത്ത് വന്ന ഒരു വ്യക്തി. ആ നിത്യജീവൻ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ ഇതാ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്ന് we will build our home with you. We will come to you and make our home with you. സോ യേശു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവർ നോക്കിക്കുക, നിങ്ങളുടെ അകത്ത് ശരീരമാകുന്ന ഈ മന്ദിരത്തിനകത്ത് വസിക്കുമ്പോൾ സംതിങ്സ് അക്കംപനി സാൽവേഷൻ. രക്ഷയുടെ കൂടെ ഫ്രീ ആയി വരുന്നതാ ചില കാര്യങ്ങൾ, അനുഗ്രഹം. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കണമെന്നില്ല. ഞാൻ ഇന്നത് ജോലി, ചിലരിങ്ങനെ പറഞ്ഞേക്കാം, ഞാൻ 3 ദിവസം കഠിന ഉപവാസം എടുത്തപ്പോഴാണ് ജോലി കിട്ടിയത്. അങ്ങനെയാണ് യേശു മരിച്ചത്, വെറുതെ ആയിപ്പോയില്ല.
നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഞാൻ എന്ന് പറയുന്ന എവിടെയെങ്കിലുമൊക്കെ ഞാനിത് ചെയ്തു ഞാൻ എന്ന് പറയുന്നത് തന്നെ പ്രവൃത്തിയാണ്. എന്നാൽ തിരിച്ച് യേശു എനിക്ക് വേണ്ടി ചെയ്തു, അത് കൃപ, ദാറ്റ് ഈസ് ഗ്രേസ്. എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ഇന്ന് കർത്താവ് പല രാജ്യങ്ങളിൽ ഞാൻ പോകുമ്പോൾ, പല ഔദ്യോഗികമായ അംഗീകാരങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ, അവിടുത്തെ രാജ്യത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ രാജ്യത്തിൻ്റെ അധിപന്മാർ, രാജ്യത്തിൻ്റെ അംബാസഡേഴ്സ്, രാജ്യത്തിൻ്റെ പ്രസിഡന്റ്മാർ, വൈസ് പ്രസിഡന്റ്മാരൊക്കെ വന്ന് കൈ തന്ന് സ്റ്റേറ്റിൻ്റെ ഓണർ നൽകുമ്പോൾ വാസ്തവത്തിൽ ചില സമയത്ത് ഞാൻ ഓർക്കും, വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ? ഇതിനൊക്കെ എന്നാ യോഗ്യത? ഒറ്റ ഒന്നേ ഉള്ളൂ, ഈ സുവിശേഷം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട്. ഈ സുവിശേഷം ഉയർത്തിപ്പിടിച്ചത് എന്തുകൊണ്ടാണ്? അവൻ എന്നെ വിളിച്ചതുകൊണ്ടാണ്. ഇറ്റ്സ് ഗ്രേസ്. എനിക്കതിനകത്ത് ഒരു കാര്യവുമില്ല. സോ വചനം പറയാം, ബട്ട് ബിലവഡ് സഡൻലി യു നോട്ട് എ ചേഞ്ച് ഇൻ ദ ടോൺ. ഇതുവരെ കുറച്ച് ഹാർഷായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ബട്ട് ബിലവഡ്, we are confident of better things concerning you which accompany salvation. For God is not unjust to forget your work and labor of love which he has shown towards his name, in that you have ministered to the saints and do minister. ദൈവം തൻ്റെ നാമത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ചെയ്തത് ഒന്നും മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ഉത്സാഹത്തോടെ യേശുവിന് എന്ന പോലെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ താമസം വരുന്നു, തടസ്സം വരുന്നു. എന്താ ഇത്? നമ്മൾ നിരാശപ്പെടും. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്, പക്ഷേ നോക്ക്, സാമ്പത്തികമായി എനിക്ക് ആ ബ്രേക്ക് ത്രൂ ഇതുവരെ കിട്ടുന്നില്ല. മടുപ്പ് വരും. കർത്താവിൻ്റെ നാമത്തിന് ആദരവുമായി ഞാൻ വരുന്ന എല്ലാം ദേവദാസനെ മാനിച്ചു, ഇത് ചെയ്തു, അത് ചെയ്തു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നാ? മടുപ്പ് വരും. പക്ഷെ വചനം പറയാം, നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ചെയ്ത ഒരു കാര്യം പോലും തൻ്റെ നാമത്തോടുള്ള ആദരവുമായി സ്നേഹത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നു കളയുവാൻ ദൈവം അനീതി ഉള്ളവൻ അല്ല. പലപ്പോഴും നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്താൽ ആ വ്യക്തിയിൽ നിന്നും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് മനപ്രയാസം വരുന്നത്. ആ വ്യക്തിയിൽ നിന്നല്ല നിങ്ങൾക്ക് മടങ്ങി തരുന്നത്. ദൈവം അമർത്തി കുലുക്കി കവിയുന്ന അളവിൽ തൻ്റെ ധനത്തിന് തക്കവണ്ണം നമുക്ക് അനുഗ്രഹം തരും. നെവർ ലുക്ക് അറ്റ് മെൻ, നെവർ എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം ദം, ബട്ട് ലുക്ക് അൺ ടു ഗോഡ് ഹു വിൽ ഗിവ് യു ഓൾ തിങ്സ് റിച്ച്ലി. സോ ദൈവം മറന്നു കളയുന്നവനല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ഹെവൻലി ഫീസ്റ്റ് എന്ന പേര് പോലും ആയിട്ടില്ല. ആരംഭ സമയങ്ങളിൽ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം ട്രാക്റ്റ് കൊടുക്കാനും റോഡിൽ ട്രാക്റ്റ് കടന്ന് ഓടാനും ഞങ്ങളൊരു ചെറിയ പെൻഷൻ ഭവനിൽ ഇത് ആരംഭിക്കുമ്പോൾ അവിടെ വൈകുന്നേരം 6 മണിക്കാണ് മീറ്റിംഗ്. 6 മണിക്ക് മീറ്റിംഗാണ്. ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് അവിടെ ചെന്ന് അവിടെ മുഴുവൻ തൂത്ത് വൃത്തിയാക്കും, കഴുകും. ഓരോ കസേരയും വൃത്തിയുടായിരിക്കും. ഈ പ്രാവിൻ്റെ കാഷ്ടം വീണ് ഓരോ കസേരയും കഴുകും. 70 കസേരയോളം ഉണ്ട് അവിടെ ആ ഓഡിറ്റോറിയത്തിനകത്ത്. അത് മുഴുവൻ കഴുകും, വൃത്തിയാക്കി അവിടുത്തെ മേശപ്പുറത്തോട്ട് മേശ്വരിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഓടി വീട്ടിൽ വന്ന് കുളിച്ചേച്ച് 6 മണിയാകുമ്പോൾ അവിടെ ചെന്ന് നിൽക്കുന്ന കണ്ടാൽ ആരോ വന്ന് ഇത് ക്ലീൻ ചെയ്തേച്ച് പോയതുപോലെയാണ് തോന്നുന്നത്. എനിക്ക് വേണേൽ ക്ലീൻ ചെയ്യാൻ ആളെ നിർത്താം, ആരോടെങ്കിലും പറയാം ദേ നിങ്ങളൊന്ന് ചെയ്തേരെ. പക്ഷെ ഞാനത് ചെയ്യത്തില്ല. എനിക്ക് വേണം, എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം ഐ വോണ്ടഡ് ടു ഡു ഇറ്റ് മൈ സെൽഫ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് അത് മറന്നിട്ടില്ല. ഇന്നും വാട്ട് എവർ ഐ ആം എൻജോയിങ്, ഐ ബിലീവ് ഇറ്റ് ഈസ് ഓൺ ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. പ്രിയമുള്ളവരെ, ആരെങ്കിലും യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം എന്തെങ്കിലും ചെയ്തിട്ട് എന്താ പ്രയോജനം എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഉറപ്പോടെ പറയാം, ആ ഉത്സാഹം നിർത്തരുത്. നിർബന്ധം എൻ്റെ മേൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് മുന്നേറണം, ഉത്സാഹിക്കണം, സ്നേഹിക്കാൻ ഉത്സാഹിക്കണം. പലപ്പോഴും നമ്മൾ അധികമായി സ്നേഹിക്കുന്നവരിൽ നിന്നാണ് നമുക്ക് മുറിവ് കിട്ടുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. ഒത്തിരി പേരെ കരുതി, സ്വന്തം മക്കളെ പോലെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നത്. പക്ഷെ അവരിൽ നിന്ന് മുറിവ് ലഭിക്കുമ്പോൾ വളരെയധികം മനപ്രയാസമുണ്ടാകും, വളരെയധികം മനപ്രയാസം.
പക്ഷേ പിന്നെ ആ സമയത്ത് ഓർക്കും ഇനി ആരുടെ കൂടെ സഹായിക്കേണ്ട, ആരുടെ കൂടെ അത്ര ഇടപെടണ്ട. പിന്നെയും കർത്താവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. പ്രിയമുള്ളവർ, ഒരിക്കലും കർത്താവ് മറന്നു കളയുവാനായിട്ട് അനീതി ഉള്ളവൻ അല്ല. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മടുക്കരുത്. സ്നേഹമാചരിക്കാൻ ഉത്സാഹിപ്പീൻ, കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിപ്പീൻ. ഞാൻ അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ട്, എനിക്ക് എന്നെ ലഭിച്ചു, വിടരുത്. ഗോ ഓൺ, ഗോ ഓൺ, ഗോ ഓൺ, ഗോ ഓൺ, ഗോ ഓൺ, and you will receive the inheritance. So verse 11, and we desire that each one of you show the same diligence to the full assurance of hope until the end. നിങ്ങൾ തുടങ്ങിയ സമയം മുതൽ ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ അത്യന്ത ദാഹത്തോടെ, അത്യന്ത ആ വിശ്വാസത്തിൻ്റെ തീഷ്ണത ഒരിക്കലും കുറയ്ക്കാതെ ആ പ്രത്യാശയോടെ പൂർണ്ണമായി ഓടണം, മുന്നോട്ട് ഓടണം. കാര്യം ഈ അനുഗ്രഹം എനിക്കുള്ളത് തന്നെയാണ്, ഈ അനുഗ്രഹം എനിക്കുള്ളത് തന്നെയാണ്. ഇന്ന് ഞാൻ കണ്ടില്ലായിരിക്കും, പക്ഷേ നാളെ അത് ഞാൻ കാണും. ഞാൻ അതുകൊണ്ട് നന്മ വിതച്ചുകൊണ്ടിരിക്കും, ആത്മക്കളെ നേടിക്കൊണ്ടിരിക്കും, ഞാൻ ഉത്തമ സാക്ഷ്യമാകും. പലപ്പോഴും സംഭവിക്കുന്നത് വളരെ തീക്ഷ്ണമായി സാക്ഷ്യം പറയുന്നവർ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ എത്ര വേല ചെയ്ത മതി. പ്രിയമുള്ളവരെ, ഇതിന് റിട്ടയർമെൻ്റ് ഒന്നുമില്ല. റിട്ടയർമെൻറ്റ് ഇല്ലാത്ത ഒരു പണിയാണ്. നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യമാണ്. അന്ധകാരത്തിൽ നിന്നും, ഇരുട്ടിൽ നിന്നും, നാശത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, കുടുംബ അസ്വസ്ഥതയിൽ നിന്നും ഒക്കെയും നമ്മളെ വീണ്ടെടുത്ത് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, പ്രകാശം മാത്രമല്ല അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നടത്തിയവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനത്രേ നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ പല അനുഭവത്തിലൂടെ പോയവർ കാണാം, ചിലർ മടുപ്പ് വന്നവർ കാണാം, ചിലപ്പം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ശേഷം പോയ കൂട്ടായ്മയിൽ മുറിവേറ്റവർ കണ്ടേക്കാം. ബട്ട് ലെറ്റ് മീ ടെൽ യു, യു ആർ ദ ബിലവഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ചില സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, എവിടെയോ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, ആഭരണം ഊരുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം നിങ്ങളുടെ മേൽ വരും. പ്രിയമുള്ളവരെ, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്. കർത്താവ് ഊരിക്കുന്നതുമല്ല, ഇടിക്കുന്നതുമല്ല, നമ്മളായിരിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്നവനാണ്. യേശുക്രിസ്തുവിനോട് കൂടെ സകലതും സൗജന്യമായി തരത്തില്ലയോ എന്ന് പറഞ്ഞ ആ വലിയ വലിയ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുക. ഷുവർലി വിത്ത് ബ്ലെസ്സിങ് ഐ വിൽ ബ്ലെസ് യു. എല്ലാ നിരാശകളൊന്ന് കുടഞ്ഞു കളഞ്ഞേ. ഞാൻ യേശുവിൻ്റെ പ്രിയമുള്ളവനാണെന്ന് വിശ്വസിച്ചേ. പരിശുദ്ധാത്മാവിനാൽ നിറയാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നത് ഗോഡ് ലവ്സ് മീ, ഐ ആം വെരി വാല്യുബിൾ ഫോർ ഹിം. ചില കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ തീരുമാനം ഉടനെ നടന്നില്ല എന്ന് വന്നേക്കാം. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദ ലവ് ഓഫ് ഗോഡ് ഹാസ് ലെഫ്റ്റ് മീ. ചിലപ്പം ചിലർ തെറ്റിപ്പോകാറുണ്ട് വിശ്വാസത്തിൽ വന്ന ശേഷം. അയ്യോ, ഇനി കർത്താവിൻ്റെ കോപം എൻ്റെ മേൽ വരും. ഇല്ല പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കോപം വരത്തില്ല. തെറ്റ് ചെയ്തു എന്ന് ബോധ്യമായില്ലേ, കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവെ ഞാൻ തെറ്റുപോയി, ഞാൻ തിരിച്ചു വരുക. ആൻഡ് യു വിൽ ബി ആസ് ഗുഡ് ആസ് ന്യൂ. ദാറ്റ് ഈസ് മൈ ജീസസ്. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റാനുള്ള ദൈവശക്തി നിങ്ങളുടെ അകത്ത് തന്നെ കർത്താവ് നൽകിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമം നിങ്ങൾ ഉപയോഗിക്കണം. വീണ്ടും ഒന്ന് കുടഞ്ഞൊന്ന് എഴുന്നേറ്റ്, നോ, ഞാൻ എഴുന്നേക്കാൻ പോവുക, ഐ ആം ഗോയിങ് ടു ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ യു വിൽ ഫൈൻഡ് എവറിഥിങ് ബ്രേക്കിംഗ് ലൂസ്. കം ഔട്ട് ഇസ് ദ വേർഡ്. ഇന്ന് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയുന്നൊരു വാക്ക്, കം ഔട്ട്. ആ കൊള്ളക്കടവിൽ കിടക്കുന്നവനോട് പറഞ്ഞത്, ഇഫ് യു ആർ വില്ലിങ്, നിനക്ക് മനസ്സുണ്ടോ, എഴുന്നേക്ക്, ലാസറേ ഇറങ്ങി വാ, ആ ബന്ധനം മുഴുവൻ പൊട്ടട്ടെ. ഇന്ന് ഐ നോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി a time of breakthrough for many of you. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നന്മകൾ അനുഭവിക്കുന്ന ഒരു 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 പകലായി തീരട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ മേലിറങ്ങി, നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി, കുടുംബത്തിലെ അസമാധാനം, അസ്വസ്ഥതകളും മാറി അത്ഭുതകരമായ വിടുതൽ കർത്താവ് നൽകാൻ പോകുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് തന്ന വാക്കിനായി സ്തോത്രം, ഇന്ന് തന്ന വചനത്തിനായി നന്ദി. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിരാശകളെ കുടഞ്ഞ് കളഞ്ഞ്
കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ ഭാരപ്പെട്ടിരിക്കുന്ന ഒന്നോ രണ്ടോ അല്ല അതിലധികം മാതാപിതാക്കളെ എനിക്ക് കാണാം. ദേ ആർ സോ ഫെഡ് അപ്പ്, ദേ ആർ സോ സാഡ്. പ്രിയമുള്ളവരെ, ദൈവം ദാനമായി തന്ന മക്കളെ അവരുടെ ഡെസ്റ്റിനിയിൽ കർത്താവ് എത്തിക്കുക തന്നെ ചെയ്യും. യു ഡോണ്ട് ബി വറീഡ് അറ്റ് ഓൾ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ, അത്ഭുതകരമായ വാതിൽ തുറക്കപ്പെടട്ടെ. ശാരീരികമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ, അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയിൽ വർദ്ധിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. കർത്താവിൻ്റെ സ്നേഹം അവരിൽ വർദ്ധിക്കട്ടെ. കർത്താവ് അവരെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസം അവരുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. കൃപയിൽ സൂക്ഷിക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളം ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും നാളെ കുമളിയിൽ മാർച്ച് 25 ബുധൻ, ഹോളിഡേ ഹോം ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 5:30-നും. ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും മറ്റന്നാൾ കാഞ്ഞിരപ്പള്ളിക്ക് സമീപം പിണ്ണാക്കനാട്ട്. മാർച്ച് 26 വ്യാഴം. ശുശ്രൂഷ രാവിലെ 10 മുതൽ. സെയിൻറ്റ് തോമസ് CSI ചർച്ച് പാരിഷ് ഹാൾ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കൊട്ടാരക്കരയ്ക്ക് സമീപം വാളകത്ത്. മാർച്ച് 27 വെള്ളി രാവിലെ 10 മണിക്ക് അരോമ ഓഡിറ്റോറിയം വയക്കൽ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ശാസ്താംകോട്ടയ്ക്ക് സമീപം ഭരണിക്കാവിൽ. മാർച്ച് 28 ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന് തറവാട് ഓഡിറ്റോറിയം. അവധിക്കാലം യേശുവോടത്ത് സ്വർഗീയവിരുന്നൊരുക്കുന്ന കുട്ടികൾക്കായുള്ള VBS ഏപ്രിൽ 6 മുതൽ 11 വരെ. സ്വർഗീയ വിരുന്നിൻ്റെ എല്ലാ സെന്ററുകളിലും. പ്രായപരിധി 3 മുതൽ 18 വരെ. प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाँ